സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇസ്ലാമിന്റെ ഉദയത്തിനും വളരെ മുൻപ് തന്നെ അറേബ്യയുടെ മണ്ണിൽ പടർന്നു പന്തലിച്ചിരുന്നു ചിന്താബന്ധുരമായ സാഹിത്യത്തിൽ വേരുറപ്പിച്ച ഗസൽ എന്ന സംഗീത രൂപം. മിസ്റ്റിക് സന്യാസികളായ സൂഫികളോടൊപ്പം 12-ാം നൂറ്റാണ്ടോടെ അത് ഇന്ത്യയിലുമെത്തി. പ്രണയത്തിന്റെ സൗന്ദര്യവും വിരഹത്തിന്റെ വേദനയും നിലാവിൽ ഒഴുകി വരുന്ന അനുഭവത്തിൽ കവിയും ഗായകനും സ്വയം വിലയിച്ചു പാടുമ്പോൾ കേട്ടിരിക്കുന്നവരും അവരുടെ ഭൗതിക പരിസരം മറന്ന് മറ്റൊരു അജ്ഞേയ ലോകത്തിൽ പ്രവേശിക്കുന്നു. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ഗസലുകളുടെ പൂക്കൾ വിരിയാൻ തുടങ്ങുന്നത് ബംഗാളിയായിരുന്ന ജാൻ മുഹമ്മദ് ഖാൻ എന്ന ഹിന്ദുസ്ഥാനി ഗായകന്റെ മകൻ മുഹമ്മദ് സബീർ ബാബുരാജ് എന്ന MS ബാബുരാജ് സംഗീത സംവിധായകനായി രംഗത്തെത്തിയതോടെയാണ്. വേറിട്ട കാഴ്ചകളിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മുസ്തഫ മാത്തോട്ടം ബാബുക്കയുടെ ആ പാരമ്പര്യത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നു. സാഹചര്യം അങ്ങനെ ഈ റൂട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. ജ്യേഷ്ഠ പാടുകയൊക്കെ കേട്ടിട്ടൊക്കെയാണ് നമ്മൾ പാടുന്നത്. അവരെ പ്രോഗ്രാം കേൾക്കാൻ പോകും ചെറുപ്രായത്തിൽ. സ്കൂൾ പഠിച്ച് ഇപ്പോൾ SSLC പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പ്രോഗ്രാമിന് പോകുമായിരുന്നു. പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ലാതെ പാട്ട് ചടങ്ങുകളൊക്കെ എല്ലാം ഇവിടെയൊക്കെ ക്ലബ്ബുകളുണ്ട്, ഇഷ്ടംപോലെ ക്ലബ്ബുകളുണ്ട്. എല്ലാ ക്ലബ്ബിലും കയറി ചെല്ലും. ഇവിടെ എന്നിട്ട് രാത്രി ഒരു 7-8 മണി വരെ ഇരുന്നിട്ട് 8 മണിക്ക് കയറി 12 മണി 11 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഡെയിലി പോകുന്നുള്ളതാണ്. അത്ര ഇൻട്രസ്റ്റ് ആയിരുന്നു പാട്ട്. പിന്നെ ഹാർമോണിയം പഠിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഹാർമോണിയം കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുവന്നിപ്പോൾ എനിക്ക് വായിച്ച് പാടാനുള്ളൊരു റൂട്ട് കിട്ടി. അനുരാഗലോലനി അരികിലില്ലെങ്കിൽ അഴകനിക്കെന്തിനു തോഴി, അഴകനിക്കെന്തിനു തോഴി, വിരലില്ല കയ്യിൽ മീട്ടുവാനെങ്കിൽ, വിരലില്ല കയ്യിൽ മീട്ടുവാനെങ്കിൽ വീണയെന്തിനു തോഴി. പിന്നെ എൻ്റെ ഉസ്താദ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നാസർ എന്ന് പറയും. അതാണ് എൻ്റെ ശരിക്കും സ്റ്റാർട്ടിങ്ങിൻ്റെ ഗുരു എന്ന് പറയാം. പിന്നെ ഞാൻ പല ആളടുത്തും പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ അറിയാത്തതൊക്കെ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കും. കുറേ അറിയുന്ന കുറച്ച് രാഗം അറിയുന്ന ആളുകളുടെ ഇപ്പോൾ രാഗളസ്ഥാക്ക്, ബാലകൃഷ്ണ പാസ്റ്റ്, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ട് അറിയാത്തതല്ല അവരോട് ചോദിച്ച് മനസ്സിലാക്കും. ആധുനികമായിട്ട് സംഗീതം ഞാൻ പോയിട്ട് ഒരാളടുത്ത് ഒരു കീഴിൽ വന്നിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ഏത് ഗസൽ ഗായകം വന്നാലും എനിക്ക് വായിക്കാനുള്ളൊരു ആർക്ക് വേണമെങ്കിലും ഹാർമോണിയം വായിച്ചു കൊടുക്കാൻ ഞാൻ എന്നെ വിളിക്കാറുണ്ട്. ദുബായിലും വിളിക്കാറുണ്ട്, എവിടെയും പോകാറുണ്ട്. ഇപ്പം പോലീസ്, നമ്മളെ ഫാമിലി പോലീസ് ഫാമിലിയാണ്. ബാപ്പൻ്റെ ജ്യേഷ്ഠനും പോലീസാണ്. ഒരാൾ മാത്രം മാസ്റ്ററായിട്ട് വർക്ക്, ബാക്കി എല്ലാവരും പോലീസുകാരായിട്ട്. ഉപ്പക്കും പാട്ടൊന്നും ആദ്യം അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇതായിരുന്നു. പിന്നെ അവസാനം ഉപ്പന്നെ ചോദിക്കില്ല, പ്രോഗ്രാമൊന്നും ഇല്ലേ എന്നങ്ങനെ ചോദിക്കാറൊക്കെ പാട്ടൊക്കെ. അപ്പോൾ ഭയങ്കര പണ്ടൊക്കെ പേടിയായിരുന്നു, ഉപ്പനെ ഭയങ്കര പേടിയായിരുന്നു. പാട്ടുപ്പൊക്കൊന്നും തീരെ ഇഷ്ടമല്ല. ഈ ഫീൽഡിനെ പറ്റി അറിയുന്നതിനെ കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. നദികളിൽ സുന്ദരി യമുന, 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 സഖികളിൽ സുന്ദരി അനാർക്കലി, അനാർക്കലി, നദികളിൽ സുന്ദരി യമുന. എല്ലാ വീക്കിലും ഒരു പ്രോഗ്രാമൊക്കെ എന്നൊക്കെ മാരേജ് ഫംഗ്ഷൻ കണ്ടമാനുണ്ടാവും. ഈ മാരേജ് ഫംഗ്ഷനിലൊക്കെ എല്ലാ മാരേജിലും പ്രോഗ്രാം ഉണ്ടായിരിക്കും. എന്നൊക്കെ ഞങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ട്. ശരിക്കും അന്ന് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹാർമോണിയം പിടിച്ചു കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടി. നമുക്ക് ഇന്നത്തെ ആർട്ടിസ്റ്റുകൾക്കൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അന്നൊക്കെ പ്രോഗ്രാമിന് പോയിട്ടുള്ളത്. ഈ ഹാർമോണിയം എടുത്തിട്ട് പോകുന്ന ആളുകൾ ക്ലബ്ബ് കൊണ്ടുവെക്കണം എന്നൊക്കെ. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ നമുക്ക് 3 രൂപ കിട്ടും. 50 രൂപയാണ് അന്നൊരു പ്രോഗ്രാമിന്. പിന്നെ അത് 5 ആയി, 10 ആയി, പിന്നെ 50, അങ്ങനെ. ഇന്നിപ്പം സ്റ്റാർട്ടിങ്ങിൽ നല്ല പൈസ ഉണ്ട്. പാർട്ടിഷൊക്കെ നല്ല പൈസ ഉണ്ടല്ലോ. ആനന്ദശയന അരവിന്ദ നയന അഭയം നീയേ ജനാർദന, അഭയം നീയേ ജനാർദന. ആനന്ദശയന അരവിന്ദ നയന
അഭയം നീയേ ജനാർദ്ദന ആനന്ദശയന അരവിന്ദനയന അഭയം നീയേ ജനാർദ്ദന അഭയം നീയേ ജനാർദ്ദന ജനാർദ്ദന ജനാർദ്ദന. കെ ടി മുഹമ്മദിന്റെയും പി എം താജിന്റെയും വംശപരമ്പരയിൽ പിറന്ന മുസ്തഫ ജ്യേഷ്ഠ സഹോദരൻ ഉമ്മർ പാടുന്നത് കേട്ടാണ് സംഗീത ലോകത്തിലെത്തുന്നത്. പക്ഷേ ആ കുടുംബം പോലീസുകാരുടേതും ആയിരുന്നു. സ്കൂളിൽ പോകാൻ താല്പര്യം കാണിക്കാത്ത മകൻ പാതിരാവര ക്ലബ്ബുകളിൽ ചെന്നിരുന്ന് കൂട്ടുകാരോടൊപ്പം പാട്ടുപാടി നേരം കളയുന്നത് സ്വാഭാവികമായും അവർക്കിഷ്ടപ്പെട്ടില്ല. അവനെ തിരിച്ചു പിടിച്ച് നേരെയാക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. പക്ഷേ മുസ്തഫ മുകേഷിന്റെയും കിഷോർ കുമാറിന്റെയും ജഗ്ജിത് സിംഗിന്റെയും മറ്റും ഗസലുകളുടെ ലോകത്തിൽ സ്വയം മറന്ന് ലയിച്ചു പോയിരുന്നു. जल गया आशिया उठ रहा ये दुआ. ഞാൻ ഗസൽ എല്ലാവരുടെ ഗസലും പാടാറുണ്ട്. ജഗജിത്തിൻ്റെ പാടാറുണ്ട്, ഗുലാമാലിൻ്റെ പാടാറുണ്ട്, മൈദാസൻ സാറിൻ്റെ പാടാറുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് കൂടുതൽ ആവശ്യപ്പെടുന്നത് ബാഹുക്കൻ്റെ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ആ റൂട്ടിലേക്ക് നീങ്ങി, അത്രയേ ഉള്ളൂ. നിങ്ങൾ ബാഹുക്കൻ്റെ പാട്ട് പാടി അതിൽ നിന്നോളി എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അതാ പറയാം, ദുബൈയിലും അങ്ങനെ തന്നെ പറയും. അതിലാരും അങ്ങനെ വന്നിട്ടില്ല, നിങ്ങളതിൽ നിൽക്കുകയെന്ന് പറയും. ഇപ്പോൾ ഇവിടെയുള്ള ഫ്രണ്ട്സുകളും പറയുന്നത് അങ്ങനെ തന്നെ പറയുന്നത്. വേറെ റൂട്ടിലേക്ക് നീങ്ങണ്ട, അതിൽ തന്നെ പോയിക്കോന്ന് പറയും. പക്ഷെ അത് എന്താണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ എന്താ ഞാൻ അങ്ങനെ കിട്ടി, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുന്നതിൽ. ഇടയ്ക്ക് നമ്മളിവിടെ മറവ് ചെയ്തിട്ടുള്ള ബാബുക്കനെ, എൻ്റെ മാത്തോട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലം. അപ്പോൾ എൻ്റെ അനിയത്തി അവിടെ കിടക്കുന്നു, എല്ലാവരും അവിടെ മറവ് ചെയ്തിട്ടുണ്ട്, ഉമ്മ ഉപ്പ എല്ലാം അവിടെ തന്നെ. ആ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാബുക്കൻ്റെ കവറിൻ്റെ അടുത്ത് ഞാൻ പോകാറുണ്ട്. ഞാൻ അധികം ട്യൂണുകളാണ് നോക്കുന്നത്. പിന്നെ കവിത ശരിക്കും അതിൻ്റെ കവിത എനിക്ക് അറിയുന്ന ആളോട് ചോദിച്ചാൽ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പാടാറ്. ഉള്ള എനിക്ക് ശരിക്കും അറിയില്ലെങ്കിലും പക്ഷേ അതിൻ്റെ ട്യൂണിൻ്റെ സ്റ്റൈലും അതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ചുപ്കി ചുപ്കി, ഹംഗാം ഹയ്ക്കു ഇങ്ങനെയുള്ള സോങ്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് അതൊരു ഗസലിൻ്റെ സ്റ്റൈലിൽ വരുന്ന പാട്ടുകൾ നമുക്ക് പാടാൻ ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ മുകേഷിൻ്റെ ഇപ്പോൾ തലത്ത് മുഹമ്മദിൻ്റെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഗസലാണ്. അതിൽ നിന്നൂടെയാണ് ഇപ്പോൾ കുറേ പാട്ടുകളൊക്കെ ഗസൽ സ്റ്റൈലിൽ വരുന്ന പാട്ടുകൾ. ഇപ്പം ജസൻ്റെ പാട്ടുകളാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളല്ല. അദ്ദേഹത്തിൻ്റെ ഗുലാമാലിൻ്റെതാണെങ്കിൽ അതൊരു വേറെ സ്റ്റൈല്. ജഗ്ജിത്തിൻ്റെ ആണെങ്കിൽ എല്ലാവർക്കും പാടാം, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള സോങ്സുകളാണ് ജഗ്ജിത്തിൻ്റെ സോങ്സ്. ഇപ്പോൾ ഓട്ടോപ്സി എല്ലാവരും പാടുന്ന ഒരു പാട്ടുകളാണ്, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ജഗ്ജിത്തിൻ്റെ പാട്ടുകളെല്ലാം വളരെ സിമ്പിളായിട്ട് വരുന്നതുകൊണ്ട് അധികം ആളുകളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് എടുക്കുന്നത്. പിന്നെ മൈജസിൻ്റെ പാട്ടുകൾ എടുക്കുന്ന പഠിച്ച് പാടണമെങ്കിൽ അത് ശരിക്കും കുറിച്ച് നമ്മൾ കഷ്ടപ്പെടണം. ശരിക്കും ആ റൂട്ട് ശരിക്കും പഠിച്ചാൽ തന്നെ നമുക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പം വരുന്ന സാധനങ്ങൾ ചെയ്യുകയാണ് ഉസ്താദ്. ഓരോ സ്ഥലത്ത് പാടുമ്പോഴും മാറ്റി മാറ്റി പാടുകയാണ്. മനോധർമ്മം ആ സ്റ്റൈല് നമുക്ക് പെട്ടെന്ന് പഠിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പം എന്താണോ തോന്നുന്നത് അത് പാടുകയാണ് ഉസ്താദ്. അപ്പം ഗുലാമാലിയാണെങ്കിൽ ഓരോ സ്റ്റൈൽ ഉസ്താദ് പാടുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റൈലാണ്. അപ്പം അത് മനോധർമ്മം. അപ്പോൾ ഒരു ഗസലിന് 4 വരി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കും അത് മാറ്റി മാറ്റി മാറ്റിയിട്ട് അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ ആ ഫ്രെയിം വിടാതെ നമുക്ക് കളിക്കാൻ പറ്റും. ഫ്രെയിം അതന്നെ, പക്ഷേ നമ്മൾ റൂട്ടുകളൊക്കെ അത് അപ്പം വരും. നമ്മൾ മെമ്മറിയിൽ എന്താണോ വരുന്നത് ആ റൂട്ട് ഇങ്ങനെ പോവുക. ആ രാഗത്തുനിന്ന് ഫ്രെയിമിൽ നിന്ന് പോകാനും പാടില്ല. അത് നമുക്ക് ആ രാഗ റൂട്ട് അറിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. होठों पे सच्चाई रहती है, जहाँ दिल में सफाई रहती है. हम उस देश के वासी है, हम उस देश के वासी है, जिस देश में गंगा बहती है, जिस देश में गंगा बहती है. महमा जो हमारा होता है वो जान से प्यारा होता है. ശുദ്ധ സംഗീതത്തിന്റെ ശാസ്ത്രീയ പാഠങ്ങൾ
പ്രഖ്യാതരായ ഗുരുവര്യന്മാരിൽ നിന്ന് അഭ്യസിക്കാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും നാട്ടിൽ വലിയൊരു പാട്ടുകാരനായി പേരെടുത്തില്ലെങ്കിലും മുസ്തഫ മിഡിൽ ഈസ്റ്റിൽ അറിയപ്പെടുന്ന ഒരു ഗായകനും അവിടുത്തെ സ്കൂളുകളിൽ സംഗീതാധ്യാപകനുമാണ്. MS ബാബുരാജിന് ഗുരുവായി മനസ്സാ ഭരിച്ച് ഗസലുകൾക്ക് ഈണം പകരുന്നു, ആൽബങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു, കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസുകൾ എടുത്ത് ഭാവിയിലെ ഗസൽ ഗായകരെ വളർത്തിയെടുക്കുന്നു. ഞാൻ ബാവുക്കൻ്റെ പാട്ടിലൂടെ പോയിട്ടാണ് പാട്ട് കമ്പോസ് ചെയ്യാറുള്ളത്. പലപ്പോൾ ഒരു പാട്ടിൽ നിന്നാണല്ലോ ഒരു പാട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബാവുക്കൻ്റെ പാട്ടായതിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഒരു ചെറിയ സാധനം എടുത്തിട്ടാണ് എൻ്റെ അധികം പാട്ടും ഉണ്ടാവുക. അതിൻ്റെ ട്യൂൺ എല്ലാവരും കേട്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഇതുവരെ. എൻ്റെ സോങ്സിൻ്റെ മോശം അഭിപ്രായം പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ രണ്ടാമത് ബഷീർ തിക്കോൻ്റെ ഒരു സോങ് ചെയ്തു, അത് അതിൽ 2 പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. മഴമേഘമേ നിൻ മനമാകെ വിഷാദങ്ങളോ പെയ്തൊഴിയാത്ത മഴമേഘമേ നിൻ മനമുരുകും വിഷാദങ്ങളോ കരിമഷിയൂറും കാർമേഘമേ കണ്ണീർ നനവിൽ പെയ്തണയൂ. ദുബൈയിൽ ഞാൻ ചെയ്യുന്നത് മ്യൂസിക് ക്ലാസ്, സ്കൂളിൽ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ടീച്ചറാണ് മ്യൂസിക് സ്കൂളിൽ. പിന്നെ ഹൗസ് ട്യൂഷൻ, ദുബൈയിൽ ഹൗസ് ട്യൂഷൻ എടുക്കുന്നു. ഓരോ വീട്ടിൽ പോയിട്ട് പഠിപ്പിക്കാം. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. വേറെ വർക്കൊന്നുമില്ല, ഫുൾ കറങ്ങലാണ്. സ്റ്റുഡൻസ് ഉണ്ട്, കുഴപ്പമില്ല. സ്കൂളിൽ 2 ദിവസം മ്യൂസിക് സ്കൂളിൽ റാസൽ കൈമ, ബാക്കി ദുബൈയിലാണ്. 4 ദിവസം ദുബൈയിലുണ്ടാവും. ഓരോ വീട്ടിൽ പോയിട്ട് ക്ലാസ്. ഫാമിലി എനിക്ക് 3 കുട്ടികളാണ്. മൂത്ത മകൻ, 2 കുട്ടികൾ. അവർ എല്ലാവരും പാടും, കുറേശ്ശെ പാടും. പക്ഷെ പഠിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. ഫാമിലി തന്നെ മ്യൂസിക്കാണ്. ഇപ്പോൾ KT മുഹമ്മദ് നാടകം എൻ്റെ അങ്കിളാണ്. നാടകം PM രാജി 7ാമത്തെ മകനാണ്. ഫാമിലി നാടകവും കലാ കുടുംബമാണ്. അങ്ങനെ കിട്ടിയതായിരിക്കാം. ചിലർ പറയും അങ്ങനെയൊക്കെ വന്നതായിരിക്കാം. ചെറുപ്പത്തിൽ പാട്ട് പാടുമ്പോൾ മനസ്സിലാവും, അത്യാവശ്യം തെറ്റില്ലാതെ പാടുന്നുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ ആദ്യമൊക്കെ ഞാനതിനും ആദ്യം രംഗത്തുണ്ടായിരുന്നത്. അന്നൊന്നും രംഗത്തേക്ക് വന്നിട്ടേ ഇല്ല മുസ്തഫ. പിന്നെ ക്രമേണ ഞാനിങ്ങനെ ഈ അടിപൊളി പാട്ടിൽ ഇങ്ങനെ പിന്നോട്ട് ഇങ്ങനെ വന്നപ്പോൾ മുസ്തഫ രംഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങി. പിന്നെ ആദ്യം മുസ്തഫൻ്റെ അനിയനാണ്, ഈ ഉമ്മറിൻ്റെ അനിയനാണ് മുസ്തഫ എന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ മുസ്തഫൻ്റെ ജ്യേഷ്ഠനാണ് ഞാൻ അറിയപ്പെട്ട് തുടങ്ങി. ഇപ്പോൾ എല്ലാവരും എവിടെയും കണ്ടാൽ പരിചയപ്പെട്ടില്ല മുസ്തഫൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറയും. അപ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇപ്പം ഇന്നത്തെ നിലയിൽ അത്യാവശ്യം തെറ്റില്ലാതെ അങ്ങനെ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് അവൻ്റെ പാട്ടുകൾ. मुझे छोड़ के जाने के लिए സംഗീതത്തിന്റെ അരങ്ങുകളിൽ കരാവോക്കെ പ്രചരിക്കുന്നതിന് മുൻപ് ഈ പാട്ടുകാരൻ തിരക്കുള്ള ഒരു കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ നിലയിൽ തുടരാൻ കഴിയുമെന്നറിഞ്ഞാണ് ഗൾഫ് നാടുകളിൽ എത്തിയത്. തനിക്ക് പാടാനും കഴിവുണ്ടെന്ന് പിൽക്കാലത്ത് സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞു. അവരുടെ സ്നേഹം നിറഞ്ഞ ഉപദേശത്താലാണ് ബാബുരാജിന്റെ ഗാനങ്ങളിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഒരു കോഴിക്കോട്ടുകാരൻ എന്ന നിലയിൽ ആ സംഗീതജ്ഞന്റെ ഓർമ്മകൾ നിലനിർത്തേണ്ടത് തന്റെ കർത്തവ്യമാണെന്നും മുസ്തഫ മാത്തോട്ടം വിശ്വസിക്കുന്നു. പുതിയ സോങ് എല്ലാം മോശമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല മെലഡി സോങ്സുകളും ഉണ്ട്.
പക്ഷെ എങ്കിലും പഴയ പാട്ട് പാടുമ്പോൾ ആ എനർജി കിട്ടുന്ന പോലെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ആ പഴയ പാട്ട് പാടിയാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ബാബുക്കയാൾ വിഷ്ണുമൂർത്തിസ്വാമിൻ്റെ ദേവമാഷ പാട്ടുകളാണെങ്കിലൊക്കെ അത് പുതിയ പാട്ടിൽ ആ എനർജി കിട്ടുന്നില്ല. അപ്പോൾ പാട്ട് വരുന്ന ഒരാഴ്ച 2 ആഴ്ച പാട്ട് നിൽക്കുന്ന പോകുന്ന അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ പുതിയ പാട്ടുകളെല്ലാം മോശം. ഇപ്പോൾ റഹ്മാൻ്റെ പാട്ടുകളൊക്കെ നല്ല മെലഡി സോങ്സുകളുണ്ട്. എല്ലാവർക്കും അത് പറ്റുന്നില്ല. ചില ആൾ ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ നല്ല ട്യൂണായിട്ട് അതിൻ്റെ ആ മെലഡി രാഗ റൂട്ടിൽ റഹ്മാൻ ഓൾഡ് സോങ്ങിൻ്റെ ഒരു മെലഡിയിൽ വരുമ്പോഴാണ് നമുക്ക് കേൾക്കാൻ അത്ര സുഖം. ഇപ്പോൾ ഈ ലുക്കച്ചുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് റഹ്മാൻ സാറിൻ്റെ പാടുന്നത്, ലഡാ മങ്കേഷ്കർ റഹ്മാൻ പാടിയിട്ടുള്ള. ഞാൻ പാടാറുണ്ട് ആ പാട്ട്. അത്ര മെലഡിയാണ് ആ പാട്ട്. ലുക്കച്ചുപ്പി സാമുയാ आजा साथ तेरी नजर അതിൽ ആ സോങ്സിലൊക്കെ മെലഡി ശരിക്കും നമുക്ക് ബോഡിക്ക് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ആ ട്യൂണിലൊക്കെ. അങ്ങനെ കുറഞ്ഞ സോങ്ങുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സോങ്ങുകൾ ഞാൻ പഠിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. സ്കൂൾ വിട്ട ഉടനെ തന്നെ ഞാൻ ഈ ഫീൽഡിൽ ആ സമയത്തേ ഉണ്ട്. ഇപ്പോൾ 35 വർഷം പോലെ ആയിപ്പോൾ ഈ ഫീൽഡിൽ. അപ്പോൾ ഇപ്പം ഇതിലെനിക്കൊരു സംതൃപ്തി കിട്ടുന്നത് ഈ ബാവുക്കൻ്റെ സോങ് പാടുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അതിലിപ്പോൾ എനിക്ക് അതിലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്, നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് ആ പാട്ട് പാടുമ്പോൾ. മറ്റുള്ളവർക്ക് അല്ല ആ ബാവുക്കൻ്റെ പാട്ട് എല്ലാവരും ആസ്വദിക്കും. പക്ഷേ എനിക്ക് അതിലൊരു പ്രത്യേക ഒരു സുഖം ആ സോങ്സിൽ കിട്ടുന്നുണ്ട്. പിന്നെ മുകേഷിൻ്റെ പാട്ട്, പിന്നെ കോഴിക്കോട് തന്നെ അറിയപ്പെടുന്നത് മുകേഷിൻ്റെ പാട്ട് പാടുന്നതിലൂടെ എന്നെ അറിയാം. ബാവുക്കൻ്റെ പാട്ട് പാടുന്ന കോഴിക്കോട്ടുകാർക്ക് അറിയില്ല. ആഗ്രഹം ഇല്ലാതിരിക്കില്ലല്ലോ, ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പാട്ട് പാടാനൊക്കെ ആഗ്രഹമുണ്ട്, നല്ലൊരു സോങ്സ് പാടാനുള്ള. അങ്ങനൊരു അവസരം വന്നിട്ടില്ല. ഇനി പടച്ചോൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ അങ്ങനെ ഒരു പാട്ട് പാടി. ഇപ്പോൾ ആരും ബാവുക്കൻ്റെ പാട്ടുകൾ ഈ സ്റ്റൈലിലൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു പാട്ട് വേണമെന്ന് ആഗ്രഹിച്ചാൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കൺമണിയേ കൺമണിയേ കരയാതുറങ്ങുമേ കണ്ണിനു കണ്ണായി നിന്നെ വളർത്താൻ അമ്മയില്ലേ നിന്നരികിൽ അരികിൽ അരികിൽ അരികിൽ. ഗുലാം അലിയും പങ്കജുദാസും തലത് അസീസുമൊക്കെ പാടുമ്പോൾ പ്രസരിക്കുന്ന ഊർജം പുതിയ പാട്ടുകാരിൽ നിന്ന് ഉണ്ടാവുന്നില്ലെന്ന് മുസ്തഫ വ്യാകുലപ്പെടുന്നു. ഗാനങ്ങൾ ഭാവതരളിതമാവുന്നതിനു പകരം ശബ്ദമുഖരിതമാവുകയും ഉപകരണങ്ങളുടെ കോലാഹലത്തിൽ പാട്ടുകാരന്റെ ശബ്ദം അപ്രസക്തവും ചിലപ്പോൾ അനാവശ്യവും തന്നെ ആയിത്തീരുകയും ചെയ്യുന്നു. സ്വാഭാവികമായും അവ ആസ്വാദകരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. ഏതായാലും പാട്ടുകാരിൽ നിന്ന് കേൾവിക്കാരിലേക്ക് ഒഴുകിപ്പരക്കുന്ന പുതിയ ഈണങ്ങൾ സൃഷ്ടിക്കുന്ന കവികളും സംഗീതജ്ഞരും ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് മാത്തോട്ടം പ്രതീക്ഷിക്കുന്നത്. ഇടത്തിൽ കൂടുതൽ എൻ്റെ പാട്ട് ആസ്വദിക്കുന്നവർ അവിടെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താണ് അവിടെ അത്ര കലനെ സ്നേഹിക്കുന്നത്. അതിപ്പോൾ പല നാട്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം. ബാവുക്കനെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ, നല്ല ആളുകൾ, എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത കുറേ ആളുകളുണ്ട്. തിക്കോടി ബഷീർക്ക, അവർ ഗറഫിൽ കുറേ നല്ല നല്ല ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ എനിക്ക് അതുകൊണ്ടാണ് കൂടുതൽ അവിടെ നിൽക്കാനുള്ളൊരു സുഖം. നമ്മുടെ പാട്ട് അവിടെ ആസ്വദിക്കുന്നത് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സുഖമാണല്ലോ. ഗൾഫിൽ നിൽക്കണം, തുടർച്ചയായിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹം ഒരാർക്കും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കുറച്ച് നിന്നിട്ട് തിരിച്ച് പോരണപ്പം മോനെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ച് വരണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത്. बनाया गया है मेरे कि जैसे तुझको बनाया गया है मेरे तू अब से पहले सितारा
सितारों में बस रही थी कहीं तुझे